നമസ്കാരം. ആരോഗ്യ സേവയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ അസിമയാണ് നമ്മോടൊപ്പം ഉള്ളത്. പീഡിയാട്രിഷ്യൻ എന്ന് പറയുമ്പോൾ നവജാത ശിശുക്കൾ അല്ലെങ്കിൽ കുഞ്ഞു മക്കളുടെ കുറിച്ച് പറയുന്നതാണ് നമുക്കൊക്കെ അറിയാം. ഏറ്റവും കൂടുതൽ നമുക്ക് ടെൻഷൻ ഉള്ളതും ഏറ്റവും കൂടുതൽ നമുക്ക് എപ്പോഴും ആശങ്കയുള്ളതും ഒക്കെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണ്. അതിൽ ഈ ജനിച്ചു വീഴുന്ന അല്ലെങ്കിൽ ന്യൂ ബോൺ ബേബീസിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് മഞ്ഞപ്പിത്തം. അത് നമുക്ക് ഭയങ്കര കൺസേൺ ആണ്. പലപ്പോഴും മഞ്ഞപ്പിത്തം ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ കാശിന് വേണ്ടിയിട്ട് കുഞ്ഞിന് മഞ്ഞ നിറമുണ്ട് എന്ന് പറയുകയും അങ്ങനെയൊക്കെ പറയുന്ന ഒരു ആരോപണമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്, പ്രത്യേകിച്ച് ന്യൂ ബോൺസിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് മഞ്ഞപ്പിത്തം എന്ന് നമുക്കറിയാം. അപ്പൊ എന്താണ് ഡോക്ടർ ഈ നവജാത ശിശുക്കളിൽ ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തം? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. പ്രസവിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങളില് അവരുടെ ശരീരത്തില് ബിൽറൂബിൻ എന്ന് പറയുന്ന ഒരു ഘടകം കൂടുന്ന ഒരവസ്ഥക്കാണ് ഈ നിയോനേറ്റൽ ജോണ്ടിസ് അല്ലെങ്കിൽ നവജാത ശിശുക്കളിലെ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിൽറൂബിൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള RBCs നശിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഘടകമാണ് ഈ ബിൽറൂബിൻ. അപ്പൊ സാധാരണയായിട്ട് നമ്മുടെ RBCസിന്റെ അകത്ത് ഒരു ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. അപ്പൊ ഈ അയോണൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ RBCs നശിച്ചു പോകുമ്പോൾ നമ്മുടെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യപ്പെടും. അപ്പൊ ഈ റിലീസ് ചെയ്യപ്പെടുന്ന ഹീമോഗ്ലോബിൻ പിന്നെ പല എൻസൈംസിന്റെ സഹായത്തോടെ വിഘടിച്ചിട്ടാണ് ഈ ബിൽറൂബിൻ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ബിൽറൂബിൻ എന്ന് വെച്ചാൽ RBCs നശിക്കുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് മെറ്റീരിയൽ ആണ്. അപ്പൊ ഈ വേസ്റ്റ് മെറ്റീരിയലിനെ നമ്മുടെ ബോഡി ആക്ച്വലി പുറന്തള്ളേണ്ട ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതിനൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇത് വെള്ളത്തിൽ അലിയുന്ന ഒരു ഫോമിലല്ല ആ സമയത്ത് ബ്ലഡിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ എക്സ്ക്രീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ബ്ലഡിൽ അലിയുന്ന ഒരു ഫോമിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇതിനു വേണ്ടി നമ്മുടെ ശരീരം ഇതിനെ നമ്മുടെ കരളിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കരളിൽ വെച്ചിട്ട് പല എൻസൈംസിന്റെ സഹായത്തോടെ ഇത് ഒരു കോൺജുഗേറ്റഡ് ഫോമിൽ, അതായത് വെള്ളത്തിൽ അലിയുന്ന ഒരു ഫോമിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് കോൺജുഗേറ്റഡ് ബിൽറൂബിൻ എന്ന് പറയും. അപ്പൊ ഈ കോൺജുഗേറ്റഡ് ബിൽറൂബിൻ പിന്നെ പിത്തരസത്തിലൂടെ ചെറുകുടലിലേക്ക് വന്ന് അവിടെ നിന്ന് പിന്നെ മലത്തിലൂടെയും മൂത്രത്തിലൂടെയായിട്ട് പുറന്തള്ളുകയാണ് ചെയ്യുക. അപ്പോൾ ഈ മലത്തിനും മൂത്രത്തിനും മഞ്ഞ നിറം വരാനുള്ള ഒരു കാരണം ഈ ബിൽറൂബിന്റെ പ്രസൻസ് ആണ്. ബിൽറൂബിനും അത് വിഘടിച്ചുണ്ടാവുന്ന പ്രോഡക്ട്സിന്റെയും പ്രസൻസ് ആണ് ഇതിന് മഞ്ഞ നിറം ഉണ്ടാവാൻ കാരണം. ഇതാണ് നമ്മുടെ ബോഡിയിൽ നോർമലായിട്ട് നടക്കുന്ന ഒരു മെറ്റബോളിസം. അപ്പോൾ ഇനി നവജാത ശിശുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില പ്രത്യേകതകളുണ്ട്. അവരുടെ ബോഡിയിൽ RBCസിന്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പൊ RBCസിന്റെ എണ്ണം കൂടുതലായത് കൊണ്ട് തന്നെ ഡെയിലി ഉണ്ടാവുന്ന RBCs നശിച്ചു പോകുന്ന RBCസിന്റെ എണ്ണവും കൂടുതലായിരിക്കും. അപ്പൊ ഉണ്ടാകുന്ന ബിൽറൂബിന്റെ എണ്ണവും കൂടുതലായിരിക്കും. അപ്പോ ഈ ബിൽറൂബിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ കൂടുതലായിട്ടുള്ള ബിൽറൂബിൻ നമ്മുടെ കുഞ്ഞിന്റെ കരളിലേക്ക് എത്തും. ഇപ്പൊ നവജാത ശിശു ആയതിനാല് ഈ കുഞ്ഞിന്റെ കരള് പാകമായിട്ടുണ്ടാവില്ല, അതായത് മെച്യൂർ ആയിട്ടുണ്ടാവില്ല. അപ്പൊ ഈ കരളിന് ഇത്രയും ബിൽറൂബിൻ ഓവർലോഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഈ ബിൽറൂബിൻ പിന്നെ രക്തത്തിലേക്ക് കൂടി അതാണ് ഈ നവജാത ശിശുക്കളിൽ പിന്നെ മഞ്ഞയായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ഈ കുഞ്ഞിന്റെ മെച്യൂരിറ്റി പ്രശ്നം കൊണ്ടായതുകൊണ്ട് തന്നെ ഇതിനെ ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയും. അപ്പൊ ഇതിന് സാധാരണയായിട്ട് ചികിത്സയുടെ ഒന്നും ആവശ്യമില്ല. അത് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ ലിവർ മെല്ലനെ മെച്യൂരിറ്റി എത്തുന്നതോടുകൂടി അത് പിന്നെ മെല്ലെ എക്സ്ക്രീറ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഇത് അതുകൊണ്ട് തന്നെ ഫോട്ടോതെറാപ്പിയോ അങ്ങനെയൊന്നും വേണ്ടി വരാറില്ല. ഇത് എത്ര കുഞ്ഞുങ്ങളിൽ ഇപ്പോ സാധാരണയായി വരാറുണ്ട് എന്നാണ് പറയുന്നത്? ഒരു കണക്കുണ്ടോ? ഇത് എത്രത്തോളമാണ് ഈ കുഞ്ഞുങ്ങളിൽ ഇത് വരുന്നത്, മഞ്ഞപ്പിത്തം? അങ്ങനെയൊക്കെ ഉണ്ടോ? സാധാരണ വളരെ കോമൺ ആണ് കുഞ്ഞുങ്ങളിൽ. ഇപ്പോ മാസം തികഞ്ഞ് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളിലാണെങ്കിൽ ഒരു 60% കുഞ്ഞുങ്ങളിലും കാണാറുണ്ട്. ഇനി മാസം തികയാതെ, അതായത് 37 ആഴ്ചക്കൊക്കെ മുമ്പേ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളിലാണെങ്കിൽ കുറച്ചുകൂടി കോമൺ ആണ്. അവരിൽ ഒരു 80% കുഞ്ഞുങ്ങളിലും കാണാറുണ്ട്. അപ്പൊ സാധാരണയായിട്ട് ഒരു 2-3 പ്രസവിച്ച് കഴിഞ്ഞ ഒരു 2-3 ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴാണ് ഈ മഞ്ഞ കണ്ടു തുടങ്ങുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഒരു 4-5 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ മഞ്ഞ കൂടി ഒരു ഉയർന്ന ഒരു ലെവലിലെത്തി പിന്നെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇതിനൊരു ചികിത്സ വേണം എന്ന് തോന്നി തുടങ്ങും, അല്ലെങ്കിൽ ഒരു ചികിത്സയ്ക്ക് ആവശ്യമായ ഒരു സമയം എപ്പോഴാണ്? അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു ഫിസിയോളജിക്കൽ കാരണങ്ങൾ കൊണ്ടുള്ള ഒരു ജോണ്ടിസ് ആണെങ്കിൽ ട്രീറ്റ്മെന്റ് വേണ്ടി വരാറില്ല. അപ്പൊ അതൊരു നോർമലി ഒരു ലിമിറ്റിന് താഴെയായിരിക്കും ഉണ്ടാവാറ്. അപ്പോൾ ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഏറെ ഈ ബിൽറൂബിൻ കൂടുകയാണ്, ഇനി അല്ല ഒരു പെട്ടെന്ന് തന്നെ ബിൽറൂബിൻ എമൗണ്ട് കൂടുകയാണ്, മഞ്ഞ കൂടുതലായിട്ട് കാണപ്പെടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് നമ്മൾ പത്തോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയും. അപ്പൊ അത് സാധാരണയായിട്ട് കാണാറുള്ളത് എന്തെങ്കിലും രക്തഗ്രൂപ്പിന്റെ മിസ്മാച്ച് ഉണ്ടെങ്കിൽ, അതായത് അമ്മക്ക് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണ്, അല്ലെങ്കിൽ
നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും ബേബിക്ക് പോസിറ്റീവ് ആവുമ്പോൾ, അല്ലെങ്കിൽ അമ്മക്ക് O ബ്ലഡ് ഗ്രൂപ്പാണ്, ബേബിക്ക് A അല്ലെങ്കിൽ B ബ്ലഡ് ഗ്രൂപ്പാണ്. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ മഞ്ഞ കൂടുന്നതായിട്ട് കാണാറുണ്ട്. പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ തലയോട്ടിയുടെ പുറത്തായിട്ട് എന്തെങ്കിലും ഇഞ്ചുറി കാരണം രക്തം കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ കൂടുതലായിട്ട് അതായത് ആ രക്തം കട്ട പിടിച്ച രക്തത്തിന്റെ പ്രസൻസ് കാരണം മഞ്ഞ കൂടാറുണ്ട്. പിന്നെ ജന്മന തൈറോയിഡിന്റെ പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ മുലപ്പാലിന്റെ കുറവ് നല്ലോണം ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇതുപോലെ പെട്ടെന്ന് ബിൽറൂബിൻ കൂടുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇതുപോലെ ലൈറ്റ് തെറാപ്പിയൊക്കെ വേണ്ടി വരും. ഈ മഞ്ഞപ്പിത്തം കൂടുന്നത് കൊണ്ട് എന്തൊക്കെ ദോഷങ്ങൾ എന്തൊക്കെയാ ഉണ്ടാവും? എന്താ അതിന്റെ ഒരു പ്രത്യാഘാതം എന്താ ഈ കുട്ടികൾ, പ്രത്യേകിച്ച് നവജാത ശിശുക്കളിൽ? സാധാരണ ഈ ബിൽറൂബിൻ കൂടുമ്പോൾ പ്രതീക്ഷിക്കാതെ ഒരു ലെവലിലേക്ക് കൂടുകയാണെങ്കിൽ, ഒരു സേഫ് ലിമിറ്റിന് മേലെ കയറുകയാണെങ്കിൽ, കുഞ്ഞുങ്ങളിലുള്ള ഒരു റിസ്ക് എന്താന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ അവരുടെ ബ്രെയിനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മുടെയൊക്കെ ശരീരത്തിലാണെങ്കിൽ ഒരു ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറഞ്ഞിട്ട് ഒരു അദൃശ്യ മതിലായിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാം. അതായത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും നമ്മുടെ ബ്രെയിനും ഇടയിൽ ഒരു മതിലുണ്ട്. അപ്പം അത് ഈ ബേബീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് മെച്ചുവർ ആയി വരുന്നേ ഉള്ളൂ. അവരിൽ അത് വളരെ നേരിയ ഒരു ബാരിയർ ആണ്. അപ്പൊ അത് കാരണം തന്നെ ഈ ബ്ലഡിലുള്ള കൂടി വരുന്ന ഈ ബിൽറൂബിൻ പെട്ടെന്ന് അവരുടെ ബ്രെയിനിലേക്ക് എത്തുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ ബിൽറൂബിൻ ബ്രെയിനിലേക്ക് എത്തി ബ്രെയിനിന്റെ ചില ഭാഗങ്ങളിൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ ഈ ഡാമേജസ് പിന്നെ ഭയങ്കര ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷനാണ്. അങ്ങനെ ആകുമ്പം ഇതിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്ന ഒരു കുഞ്ഞുങ്ങൾക്ക് ഈ സെറിബ്രൽ പാൽസി പോലെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ കാണാറുണ്ട്. പിന്നെ കേൾവി കുറവ് ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് പെട്ടെന്ന് ഒരു കൂടുന്ന അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ലെവൽ കൂടുകയാണ്? ഇതൊരു ഡേഞ്ചറസ് ലെവലിലേക്ക് ആ മഞ്ഞപ്പിത്തത്തിന്റെ അളവ് കൂടി എന്നെങ്ങനെ മനസ്സിലാക്കാം? കാരണം പൊതുവിൽ മഞ്ഞ ഉണ്ടാകാൻ ചില കുഞ്ഞുങ്ങൾക്കൊക്കെ മഞ്ഞ ഉണ്ടാകാം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ഒരു അളവ് ഡേഞ്ചറസ് ലെവലിലേക്ക് കൂടി എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? സാധാരണ നമ്മുടെ കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മഞ്ഞ കാണാറുണ്ട്. അപ്പൊ മഞ്ഞ നിങ്ങൾക്ക് പേരൻസിന് മനസ്സിലാവും. സാധാരണ ഈ മഞ്ഞ തുടങ്ങുന്നത് മുഖത്ത്, നോർമലി ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ണിലൊക്കെയാണ്. കണ്ണിന്റെ ആ വെള്ള ഭാഗത്ത് ഒരു മഞ്ഞ സ്റ്റെയിൻ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ 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 കൂടുമ്പോഴാണ് പിന്നെ മെല്ലനെ അത് മുഖം വിട്ട് പിന്നെ നെഞ്ചിലേക്ക്, പിന്നെ വയറിലേക്ക്, പിന്നെ കൈകാലുകളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോർമലി ക്ലിനിക്കലി നോക്കുമ്പോൾ നമ്മുടെ ഈ കുഞ്ഞിന്റെ സ്കിൻ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് ഒന്ന് അമർത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ള ഭാഗത്ത് ആ ഒരു മഞ്ഞ സ്റ്റെയിന് കാണാൻ പറ്റും. അപ്പോൾ അത് ഇപ്പൊ കൈകാലുകളിലൊക്കെ അങ്ങനെ കുഞ്ഞിന്റെ നോക്കുമ്പോൾ അങ്ങനെ ഒരു മഞ്ഞ സ്റ്റെയിന് കാണുകയാണെങ്കിൽ അത് അത്യാവശ്യം കൂടുതലാണെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഒരു ട്രാൻസ്ക്യൂട്ടേനിയസ് ബിൽറൂബിനോമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഷീൻ ഉണ്ട്. അപ്പൊ അത് ജസ്റ്റ് കുഞ്ഞിന്റെ ഈ നെഞ്ചത്തോ അല്ലെങ്കിൽ നെറ്റിയിലോ വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മെഷീൻ റീഡിങ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് മഞ്ഞ ഉണ്ടോ എന്നുള്ളത്. പക്ഷെ അത്ര ആക്യുറേറ്റ് ആയിരിക്കില്ല. ഒരു ആക്യുറേറ്റ് വാല്യൂവിന് വേണമെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് തന്നെയാണ് വേണ്ടത്. അപ്പൊ കുഞ്ഞിന്റെ ബ്ലഡ് ടെസ്റ്റ് കളക്ട് ചെയ്തിട്ട് ആ ബിൽറൂബിന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ നിന്ന് കോൺജുഗേറ്റഡും അൺകോൺജുഗേറ്റഡ് ആയിട്ടുള്ള ബിൽറൂബിന്റെ ഒക്കെ അളവ് നമുക്ക് കിട്ടും. അപ്പൊ ഈ ഒരു അളവ് കിട്ടിയതിന് ശേഷം നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഒരു ചാർട്ട് ഉണ്ട്, അതിൽ രേഖപ്പെടുത്തി എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നോക്കും. അതായത് മാസം തികഞ്ഞ് പ്രസവിച്ചതാണോ, ഇനിയല്ല വേറെ ബ്ലഡ് ഗ്രൂപ്പിന്റെ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസസ് ചെയ്തതിന് ശേഷം ആണ് തീരുമാനിക്കുന്നത് ബേബിക്ക് ട്രീറ്റ്മെന്റ് വേണോ വേണ്ടേ എന്നുള്ളത്. ഇതിൽ എന്തൊക്കെയാണ് ഇതിന്റെ ഒരു ചികിത്സാ രീതികൾ? ഇത് വളരെ സീരിയസ് സിറ്റുവേഷനിലൊക്കെ ഉള്ള ഒരു മഞ്ഞപ്പിത്തമൊക്കെ ചികിത്സിച്ച് വരാൻ ഒരുപാട് സമയം എടുക്കുമോ? നോർമലി നമ്മൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ മഞ്ഞ കൂടുമ്പോൾ സാധാരണയായിട്ട് ലൈറ്റ് തെറാപ്പിയാണ് കൊടുക്കാറ്. നേരത്തെ പറഞ്ഞ പോലെ ഫിസിയോളജിക്കൽ ജോണ്ടിസ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ബേബീസിന് നല്ലതായിട്ടുള്ള രീതിയിൽ മുലയൂട്ടാൻ മാത്രമേ പറയാറുള്ളൂ. ഇനി പറഞ്ഞ പത്തോളജിക്കൽ ജോണ്ടിസ് ഒരു സോണിന് മേലെ പോവുകയാണെങ്കിൽ ലൈറ്റ് തെറാപ്പിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് തെറാപ്പി എന്ന് പറയുന്നത് ഒരു ബ്ലൂ ലൈറ്റ് ആണ്. നമ്മൾ ഒരു പ്രത്യേക ഒരു വേവ് ലെങ്തിലുള്ള ഒരു ബ്ലൂ ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലൂ ലൈറ്റ് വിടുന്ന ഒരു LED ലാമ്പിന്റെ അടിയിലായിട്ട് ബേബീസിനെ കിടത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ബ്ലൂ ലൈറ്റ് ബേബിയുടെ ബോഡിയിലേക്ക് പതിയുമ്പോൾ അവിടുന്ന് ഈ ബിൽറൂബിൻ വെള്ളത്തിൽ അലിയുന്ന ഫോംസ് ആയി കൺവേർട്ട് ചെയ്ത് ബോഡിയിലൂടെ മൂത്രത്തിലൂടെ പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പൊ കൂടുതൽ ലൈറ്റ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് വളരെ ഈസി ആയിട്ട് നടക്കും. കൂടുതൽ ബിൽറൂബിൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി ബേബീസിനെ ഇതിലേക്ക് കിടത്തുന്നത് കുഞ്ഞിന്റെ ഡ്രസ്സൊക്കെ അഴിച്ച് ഡയപ്പറൊക്കെ അഴിച്ചു മാറ്റിയതിന് ശേഷമായിരിക്കും ഫുൾ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അതിന്റെ കൂടെ തന്നെ കണ്ണിനും പിന്നെ അതുപോലെ ഈ പ്രൈവറ്റ് പാർട്സിനും ഒക്കെ ഡാമേജസ് ഒഴിവാക്കാൻ വേണ്ടി അവിടെ പാഡ് വെച്ച് മറക്കുന്നതായിരിക്കും. ബാക്കി ഫുൾ ബോഡി എക്സ്പോസ് ചെയ്യും. ഇനി കുറച്ചുകൂടി കൂടിയ ഒരു ലെവലിലാണ് ഉള്ളതെങ്കിൽ ഈ ഫോട്ടോതെറാപ്പി കുറച്ചുകൂടി തീവ്രമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ബേബിനെ കിടത്തിയിട്ട് അതിന്റെ അടിയിലും ഒരു ഫോട്ടോതെറാപ്പി, അതൊരു ലൈറ്റ് സോഴ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യാറ്. അതായത് ബേബിയുടെ താഴെ ഭാഗത്തു നിന്നും മേൽഭാഗത്തു നിന്നും ബേബിക്ക് ലൈറ്റ് കിട്ടും. അപ്പൊ കുറച്ചുകൂടി പെട്ടെന്ന് ഇത് ബിൽറൂബിൻ കുറഞ്ഞു കിട്ടാൻ പറ്റും. ഇനി കുറച്ചുകൂടി ഭയങ്കരമായിട്ടുള്ള ഒരു സിവിയർ സ്റ്റേജിലാണ് ഉള്ളതെങ്കിൽ, അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ബിൽറൂബിൻ കുറക്കേണ്ടതുണ്ട്, തലച്ചോറിലേക്ക് എത്തുന്ന ലെവലിലേക്ക് എത്തുകയാണ് ബിൽറൂബിൻ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ. അതായത് ഇതില് ബേബിയുടെ ബ്ലഡ് നമ്മൾ പുറത്തേക്ക് എടുത്ത് പകരം പുതിയ ബ്ലഡ് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് സാധാരണ ഈ പൊക്കിൾ കൊടിയിലുള്ള രക്തക്കുഴലുകളിലൂടെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് നമ്മുടെ ബേബിയുടെ ബ്ലഡിലുള്ള ബിൽറൂബിനെ കുറച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതിലൂടെ നമുക്ക് മേൽപ്പറഞ്ഞ ബ്രെയിനിന്റെ ഡാമേജസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. ഈ വെയില് കൊള്ളിക്കുക, ഗർഭകാലത്തൊക്കെ വെയിൽ കൊള്ളണം, വയറ്റിൽ വെയിൽ കൊള്ളണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ മഞ്ഞപ്പിത്തവും ഈ വെയിലും തമ്മിൽ ബന്ധമുണ്ടോ? അതെങ്ങനെയാണ് ഈ മഞ്ഞപ്പിത്തമായിട്ട് കണക്ട് ആവുന്നത്? ഞാനിപ്പോ പറഞ്ഞ ഈ ലൈറ്റ് തെറാപ്പിയുടെ അതേ ഒരു പ്രിൻസിപ്പിൾ ആണ് ഈ വെയിലിനും ആക്ച്വലി ഉള്ളത്. അതായത് വെയിൽ കൊള്ളുമ്പോൾ വെയിലില് ഈ പറഞ്ഞ ഫോട്ടോതെറാപ്പിയിൽ പറഞ്ഞ ആ ഒരു വേവ് ലെങ്തിലുള്ള രശ്മികൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു വേവ് ലെങ്തിലുള്ള ലൈറ്റ് കിട്ടുമ്പോൾ മഞ്ഞ കുറയാനുള്ള ഒരു സാധ്യത ഉണ്ട്. പക്ഷേ ഈ വെയിലില് ഈ വേവ് ലെങ്തിലുള്ള ലൈറ്റിനോടൊപ്പം ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോ ഇത് ബേബിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ടൈം കിട്ടുമ്പോൾ കൂടുതൽ, അതായത് ഇതിന്റെ കൂടെ ഈ ബെനിഫിറ്റിന്റെ കൂടെ ചിലപ്പോൾ സ്കിൻ ഡാമേജസ്, സൺബേൺസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ചിലപ്പോൾ ഗുണത്തേക്കാൾ ഏറെ ദോഷം ആയിരിക്കുമെന്നതിനാൽ ഇത് നോർമലി ബേബീസിനെ ഇതുപോലെ ഈ ഉദിപ്പ് കൊള്ളിപ്പിക്കാൻ നമ്മൾ നോർമലി റെക്കമെൻഡ് ചെയ്യാറില്ല. ഈ മഞ്ഞപ്പിത്തം വലിയ ആൾക്കാരിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ കുഞ്ഞുങ്ങളിലും വലിയ ആൾക്കാരിലും ഈ മഞ്ഞപ്പിത്തം ഡിഫറെന്റ് ആണോ? എങ്ങനെയാണത്? കുഞ്ഞുങ്ങളിലും വലിയ ആളുകളിലും ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തം ഡിഫറെന്റ് ആണ്. ആക്ച്വലി മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് അതൊരു കരൾ സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ രണ്ടിലും ബിൽറൂബിൻ കൂടുന്നു, അത് ശരിയാണ്. പക്ഷെ കുഞ്ഞുങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് സാധാരണ മഞ്ഞ ഉണ്ടാകുന്നത്. കൂടുതലും ഈ സ്വാഭാവികമായിട്ടുള്ള കുഞ്ഞിന്റെ ഒരു മെച്യൂരിറ്റി പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ വലിയവരിൽ കൂടുതലും മഞ്ഞപ്പിത്തം കാണുന്നത് ഇൻഫെക്ഷൻസ് കൊണ്ടാണ്. അതായത് വൈറൽ ഇൻഫെക്ഷൻസ്, ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി പോലെയുള്ള വൈറസുകളുടെ ഇൻഫെക്ഷൻ കാരണമാണ് വലിയ ആളുകളിലുള്ള മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഈ മഞ്ഞപ്പിത്തം ലൈറ്റ് തെറാപ്പിയോട് പ്രതികരിക്കാറുണ്ടോ? അതിന് വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടാവാറുണ്ടോ? കുഞ്ഞുങ്ങളിൽ കാണുന്ന മോസ്റ്റ് ഓഫ് ദ ടൈംസ് പലപ്പോഴും കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഈ മഞ്ഞപ്പിത്തം ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. അപ്പൊ അതിൽ കൂടുതലും ഈ കോൺജുഗേറ്റഡ് ആവാത്ത ബിൽറൂബിൻ, അതായത് ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തിൽ ലയിക്കാത്ത ടൈപ്പ് ബിൽറൂബിനാണ് കൂടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഫോട്ടോതെറാപ്പിയോട് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഇനി ചില അപൂർവം കണ്ടീഷൻസിൽ കോൺജുഗേറ്റഡ് ബിൽറൂബിൻ, അതായത് ഓൾറെഡി ആ ഒരു വെള്ളത്തിലേക്ക് ലയിക്കുന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തപ്പെട്ട ആ ഒരു ബിൽറൂബിൻ കൂടാറുണ്ട്. അത് റെയർ ആണ്, അപൂർവമാണ്. അപ്പൊ ഇത് കാണുന്നത് ചില കരൾ രോഗങ്ങളിലും പിന്നെ അതുപോലെ തന്നെ പിത്തരസം ഈ ചെറുകുടലിലേക്ക് എത്തുന്ന ആ ഒരു നാളിക്ക് എന്തെങ്കിലും തടസ്സം നേരിടുമ്പോൾ ഒക്കെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ ബേബിക്ക് കളിമൺ നിറമുള്ള ഒരു മല ആയിരിക്കും പാസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡാർക്ക് യെല്ലോ കളറിലുള്ള യൂറിനും പാസ് ചെയ്യും. സാധാരണ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ മഞ്ഞ കണ്ടുവരുന്നത് അപ്പോൾ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. ബട്ട് ആദ്യം പറഞ്ഞ കേസിൽ ബേബീസിന് ആദ്യത്തെ 2-3 ദിവസം ആവുമ്പോൾ തന്നെ മഞ്ഞ കൂടാൻ തുടങ്ങും. അപ്പൊ ഈ ഒരു കണ്ടീഷൻസിലാണ്, അതായത് ഈ കോൺജുഗേറ്റഡ് ബിൽറൂബിനാണ് കൂടുന്നതെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് പെട്ടെന്ന് തന്നെ പരിശോധനകൾക്കൊക്കെ വിധേയമാക്കി ചികിത്സ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ പെട്ടെന്ന് തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരിക്കും. ശരി, വളരെയധികം നന്ദി ഡോക്ടർ. ഈ മലയാളം ന്യൂസ് പ്രേക്ഷകരോട് പ്രത്യേകിച്ച് താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.